നമുക്ക് ചുറ്റും ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അത് കാണുക, അത് റിയലൈസ് ചെയ്യുക. വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് ഹർ എസ്തെറ്റിക് ഫ്രെയിംസ്. ഈ ആർട്ട് ഓഫ് എസ്തെറ്റിക്സ് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ച കുറച്ച് ശീലങ്ങൾ, അതാകട്ടെ നമ്മുടെ എ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ. നമ്പർ 1, റീഡിങ്. ബുക്സ് എന്നും എൻ്റെ വീക്ക്നെസ് ആയിരുന്നു. ഇതൊരു ഹോബിയിൽ നിന്നും ഹാബിറ്റ് ആക്കിയപ്പോൾ കുറച്ച് നല്ല ചേഞ്ചസ് എൻ്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങി. ബ്ലോഗിങ്ങിലേക്കുള്ള എൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ റീഡിങ് തന്നെയാണ്. പവർ ഓഫ് ഇമാജിനേഷൻ, ചുറ്റുമുള്ള ഭംഗി കണ്ടെത്താൻ എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്നുള്ളത് ബുക്സിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്പർ 2, എക്സ്പ്ലോറിങ് സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ്. ഏതൊരു സോഷ്യൽ മീഡിയയിലും എന്ത് കാണുക എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. ബോറടി മാറ്റാൻ വെറുതെ സ്ക്രോൾ ചെയ്തിരുന്ന സമയം കളഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഹാബിറ്റ് ഞാൻ അപ്പാടെ എടുത്തു മാറ്റി. നല്ല ക്വാളിറ്റി കണ്ടൻറ് സെർച്ച് ചെയ്യാനും പിൻട്രസ്റ്റ് പോലെയുള്ള ആപ്സ് റെഫർ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സിൽ ഐഡിയാസ് കണ്ടുപിടിക്കാനും തുടങ്ങി. നമ്പർ 3, ജേർണലിംഗ്. ഞാൻ വളരെ റീസെൻ്റായിട്ട് തുടങ്ങിയ ഒരു ഹാബിറ്റാണിത്. അതുകൊണ്ട് തന്നെ അത്ര എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല. എങ്കിലും നമ്മുടെയൊക്കെ ലൈഫിലുള്ള ചെറിയ കാര്യത്തിൽ പോലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നത് ജേർണലിങ്ങിലൂടെയാണ്. നല്ല സ്റ്റിക്കേഴ്സൊക്കെയുള്ള, നല്ല ഇൻസ്പിറേഷണൽ കോട്ട്സൊക്കെയുള്ള ഈ ഭംഗിയുള്ള ബുക്കാണ് ഞാൻ അതിന് വേണ്ടി എടുത്തത് തന്നെ. നമ്പർ 4, വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാതെ തന്നെ ആർക്ക് വേണോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ജസ്റ്റ് ഫീൽ ഇറ്റ് ആൻഡ് എക്സ്പ്ലോർ ഇറ്റ്. വർക്കിന് ഓഫുള്ള ദിവസം നമ്മുടെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് എന്നെ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ എസ്തെറ്റിക്സ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.